പക്ഷേ കെ പി നൌഷാദ് അലി 3448 കോടിയാണ് ആന്ധ്രയ്ക്ക് ഫ്ലഡ് അസിസ്റ്റൻസ് ആയി കിട്ടിയത്. ചന്ദ്രബാബു നായിഡുവിന്റെ പിന്തുണ കേന്ദ്ര സർക്കാരിനെ നിലനിർത്താൻ അനിവാര്യമാണ്. ബീഹാറിന് 11,500 കോടി രൂപയാണ് പ്രളയ സഹായമായി കിട്ടിയത്. നിതീഷ് കുമാറിന്റെ പിന്തുണ കേന്ദ്ര സർക്കാരിനെ നിലനിർത്താൻ അനിവാര്യമാണ്. കേരളത്തിലെ 20 MP-മാരുടെ പിന്തുണ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് നിർണായകമല്ലാത്തത് കൊണ്ടായിരിക്കുമോ എനിക്കറിയില്ല. ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചറായി പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് കേരളത്തിന്റെ ഏറ്റവും പ്രാഥമികമായ ആവശ്യങ്ങളിലൊന്ന്. അങ്ങനെയാണെങ്കിൽ NDRF-ൽ നിന്ന് പണം കിട്ടും. രണ്ടാമത്തേത് ലോൺ എഴുതി തള്ളുക എന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ലോൺ എഴുതി തള്ളുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. കാരണം ഞാൻ ഈ കുറേ ദിവസങ്ങൾക്ക് ശേഷം അവിടെ പോയപ്പോൾ അവിടെ നമ്മൾ ജീവൻ നഷ്ടമായവരെ കുറിച്ച് പറഞ്ഞു, വീട് വെച്ച് കൊടുക്കുന്ന കാര്യം അങ്ങും പറഞ്ഞു. നമ്മൾ കാണേണ്ട ഒരു കാര്യം, അവരുടെ ലൈവ്ലിഹുഡ് നഷ്ടപ്പെട്ടു. ജീവിതങ്ങൾ മാത്രമല്ല, അവിടെ സാധാരണ പീഡിക നടത്തിയിരുന്ന ആളുകൾ, ഓരോരോ സംരംഭങ്ങൾ നടത്തിയിരുന്ന ആളുകൾ, ആ ചൂരൽമല എന്ന് പറയുന്ന പ്രദേശം ഇപ്പോഴില്ല, കർഫ്യൂ പ്രഖ്യാപിക്കപ്പെട്ടതുപോലെ നിൽക്കുകയാണ്. അപ്പോൾ ലൈവ്ലിഹുഡ്, ഉപജീവന മാർഗം നഷ്ടപ്പെട്ടു. അവരെ സംബന്ധിച്ച് അവരുടെ ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല. ലോണ് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ ബുദ്ധിമുട്ടുമ്പോൾ ലോൺ എഴുതി തള്ളണം എന്ന ആവശ്യം വരികയാണ്. ദുരന്ത ബാധിതരുടെ കടങ്ങൾ എഴുതി തള്ളണമെങ്കിൽ ഈ ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചറായി പ്രഖ്യാപിച്ചാൽ അനായാസം പറ്റും. ഇങ്ങനെ കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട കുറേ അധികം കാര്യങ്ങളുണ്ട്, കേവല പണം എന്നുള്ളതിനപ്പുറത്ത്. അപ്പോൾ അതിനുവേണ്ടി കളക്റ്റീവായി പ്രസ് ചെയ്യുക, കേരളത്തിന്റെ വികാരം ആകെ ഇന്ത്യയിൽ അലയടിപ്പിക്കുക എന്നുള്ളത് പ്രധാനമല്ലേ? അഭിലാഷ്, ഒരു തർക്കമില്ല. അതാണ് ഞാൻ നേരത്തെ എൻ്റെ ഊഴത്തിൽ പറഞ്ഞത്. കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾ, BJP ഉൾപ്പെടെയുള്ളവർ നിന്ന് അഡ്വക്കേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണിത്. പക്ഷേ ഇവിടെ രസാവഹമായിട്ട് എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, ഇവിടെ ഇപ്പോൾ അഭിലാഷ് പറഞ്ഞല്ലോ, വയനാട്ടിലെ ദുരന്തത്തിനിരയായ ആ പ്രദേശം, ആ ആളുകളൊക്കെ ലൈവ്ലിഹുഡ് ഇല്ല എന്ന്. അഭിലാഷ്, അവർക്ക് മാത്രമല്ല, മുഴുവൻ വയനാടിനും ലൈവ്ലിഹുഡ് ഇല്ല. കാരണം വയനാട് സമീപകാലത്തായിട്ട്, ഏറ്റവും ചുരുങ്ങിയത് കഴിഞ്ഞൊരു 10 വർഷമെങ്കിലും ആയിട്ട് മുന്നോട്ട് പോകുന്നത് ടൂറിസം മാത്രം, അല്ലെങ്കിൽ ടൂറിസത്തെ കേന്ദ്രീകരിച്ചാണ് ഒരുപാട് പേരുടെ ജീവിതം പുഷ്ടിപ്പെടുന്നതും അവിടെയുള്ള വഴിയോര വാണിഭങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ട്രേഡിങ്ങും മെച്ചപ്പെടുന്നതൊക്കെ ടൂറിസം വഴിയാണ്. അത് മുഴുവൻ നിലയ്ക്കുകയും നശിക്കുകയും ചെയ്തൊരു സാഹചര്യം അവിടെയുണ്ട്. അപ്പോൾ അവിടുത്തെ MLA-യും കേരളത്തിലൊരു മന്ത്രിയും സംയുക്തമായിട്ട് ഭയക്കേണ്ടതില്ല, ഈ ചെറിയ ദുരന്തം അല്ലെങ്കിൽ ഈ ദുരന്തം കാരണം നിങ്ങൾ മൊത്തം വയനാടിനെ വേറൊരർത്ഥത്തിൽ ചിത്രീകരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഒന്ന് തട്ടി ഉണർത്താൻ ശ്രമിച്ചപ്പോൾ ആ വീഡിയോയെ തെറ്റായി ഉദ്ധരിച്ചുകൊണ്ട്, കണ്ടോ, ഇത്രയും നിസ്സാരമായ ഒരു കാര്യമാണ് എന്നിതാ മന്ത്രിയും MLA-യും പറയുകയാണ്. അതിനാണ് ഇത്ര വലിയ സഹായം ഇവർ ചോദിച്ചുകൊണ്ട് BJP-ക്കെതിരെ ചന്ദ്രഹാസം ഇളക്കുന്നത് എന്നൊക്കെയാണ് കേരളത്തിലെ BJP-യുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും മുൻ കേന്ദ്രമന്ത്രിമാരും ഒക്കെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ മാനസികാവസ്ഥ, ഇവരൊക്കെ ഏതോ ഒരു നോർത്ത് ഇന്ത്യൻ സംഘി മാനസികാവസ്ഥയിൽ അവർ കേരളത്തെ ചിത്രീകരിക്കുന്നതിന് ആനുപാതികമായി സഞ്ചരിക്കുകയാണ്. അവർക്ക് ഈ മണ്ണിനോടും ഇവിടുത്തെ നാട്ടുകാരോടും സാധാരണ മനുഷ്യരോടൊന്നും ഒരു കൂറും കടപ്പാടും ഇല്ലാത്തവരായി മാറുകയാണ്. രണ്ടാമതായിട്ട് ഇവിടെ BJP-യുടെ ശ്രീ ഷാജി, അദ്ദേഹം ഇവിടെ വ്യക്തമായിട്ട് തെറ്റിദ്ധരിപ്പിച്ചു. അദ്ദേഹം പറയുന്നത് കേട്ടാൽ തോന്നുക ഇവിടെ ഈ CMDRF-ഉം അതുപോലെ തന്നെ ഈ PDNA ഒക്കെ പിന്നെ ആ നിബന്ധനകളൊക്കെ ഒന്നിലധികം ജില്ലകളെ ബാധിച്ചാൽ ബാധകമാകുന്നില്ല. ഒരു ജില്ലക്കകത്തുണ്ടായാൽ, ഒരു പഞ്ചായത്തിനകത്തുണ്ടായാൽ മാത്രമാണ് ബാധകം എന്ന മട്ടിലൊക്കെ അദ്ദേഹം ഇതിനെ വക്രീകരിച്ച് ചിത്രീകരിക്കുകയുണ്ടായി. ഇതൊക്കെ ശുദ്ധ ഭോഷ്കാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ബീഹാറിന് 12,000 കോടിയോളം രൂപയുടെ പിന്നെ പാക്കേജ് കേന്ദ്രം പ്രഖ്യാപിച്ചു എന്ന്. അവിടെ ഒരു നാച്ചുറൽ കലാമിറ്റിയും ഉണ്ടായിട്ടില്ല. അവിടെ ഏട്ടിലെ പശുവിന് പുല്ല് തിന്നാനുള്ള വൈക്കോലും പുല്ലുമാണ് കേന്ദ്രം ഇങ്ങനെ കൊടുത്തത്. വല്ലതും സംഭവിച്ചാൽ അതിനെ മുൻകൂർ തടയാൻ, അല്ലെങ്കിൽ സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതൽ എന്ന പേരിൽ പോലും ഒരു വിശദീകരണമോ ഒരു എസ്റ്റിമേറ്റോ ഒരു നിബന്ധനയോ ഒരു മാർഗനിർദ്ദേശമോ പാലിക്കാത്തവർക്ക് വരെ ഇവർ പണം വാരിക്കോരി ചൊരിയുമ്പോഴാണ് കേരളത്തിൻ്റെ മുമ്പിൽ ഇവർ മുട്ടാപ്പോക്ക് സാങ്കേതികത്വങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇനി ഇവിടെ എന്തൊക്കെ പത്രങ്ങളും പേപ്പറുകളും ഒക്കെ പൂരിപ്പിച്ചും വിശദാംശങ്ങൾ തയ്യാറാക്കി കൊടുത്താലും അവരിങ്ങനെ സദ്യയിൽ പായസത്തിന് മധുരം കൂടി, പപ്പടത്തിൻ്റെ വട്ടം വലുതായി എന്ന മട്ടിൽ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർക്ക് തരാനുള്ള മനസ്സില്ല. ഇതുപോലെ കഠിന ഹൃദയരായ, ഇത്രയ്ക്ക് ഏകപക്ഷീയമായി ചിന്തിക്കുന്ന, മുൻവിധിയോടുകൂടി പെരുമാറുന്ന, വാജ്പേയി പറഞ്ഞതുപോലെ രാജധർമ്മം പാലിക്കാൻ അറിയാത്ത
ഇല്ലാത്ത ആളുകളൊക്കെ നാട് ഭരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുക തന്നെ വേണം. അതുകൊണ്ട് എനിക്ക് സംസ്ഥാന ഗവൺമെന്റിനോട് പറയാനുള്ളത്, ഈ കേന്ദ്രത്തിലേക്ക് നോക്കി നിന്നാൽ നമ്മുടെ ആളുകളൊക്കെ ദുരിതം പേറി പേറി അവര് തിരിച്ചു വരാനാവാത്ത വിധം തമോഗർത്തങ്ങളിലേക്ക് പോകുകയേ ഉള്ളൂ. അതുകൊണ്ട് ആവശ്യമായ ഫണ്ടും നിലവിൽ ലഭ്യമായ ഓഫറുകളും മുൻനിർത്തി നമ്മൾ ചില പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോയേ തീരൂ. അതിൽ അമാന്തം കാണിക്കരുത്. കേന്ദ്രം തന്നിട്ട് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല അവിടെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളും അല്ലെങ്കിൽ പരിരക്ഷയും നമുക്ക് സഹായമൊക്കെ ഉണ്ടാകുന്ന വിധത്തിലൊരു ഒരു പരിണാമം അവിടെ സംഭവിക്കുമെന്ന് അവർ തരാൻ ഉദ്ദേശിക്കുന്നവരല്ല. അവരെ മാറ്റി അവരെ പ്രതീക്ഷകൾക്ക് കണ്ണും നട്ടിരിക്കാതെ നമ്മുടെ ജോലി ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കർണാടക സർക്കാരിന്റെ ഓഫറിനൊരു പ്രതികരണം പോലും ഇല്ലാതാകുന്ന ഒരു സ്ഥിതിയിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം നിറവേറ്റുന്ന ശൈലിയൊക്കെ എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ സംശയിച്ചു പോവുകയാണ്. അതുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ച് സാധ്യവും ലഭ്യവുമായ അവസരങ്ങൾ സമയം പാഴാക്കാതെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകണം. ശരി, മുഖ്യമന്ത്രി ഇപ്പോ കർണാടക മുഖ്യമന്ത്രി കത്തയച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ശിശു പെട്ടെന്ന്? കർണാടക മുഖ്യമന്ത്രി ഇപ്രകാരം ഓഫർ വെച്ച ഉടൻ തന്നെ ഇവിടെ നിന്ന് നമ്മൾ പിന്നെ അതിനോട് പ്രതികരണം നടത്തി. അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ അവിടെ ഉത്തരവാദിത്തപ്പെട്ടവരെ ബന്ധപ്പെട്ടു. അവിടെ നിന്ന് ഔദ്യോഗിക കത്ത് വന്നപ്പോൾ നമ്മൾ മറുപടിയും കൊടുത്തു. അപ്പോൾ അത് നൗഷാദ് അലി അത് തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് പിന്നെ പ്രചരിപ്പിക്കുന്നത്. അങ്ങ് ബോധപൂർവം പറയുന്നുവെന്നല്ല, പക്ഷേ അങ്ങയും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. രണ്ട്, അവിടെ ഈ സ്ഥലമേറ്റെടുക്കലുമായി ബന്ധപ്പെട്ട ചില നിയമപരമായ പ്രശ്നങ്ങൾ നേരത്തെ അഭിലാഷ് എന്നെ സൂചിപ്പിച്ചു. സുപ്രീം കോടതി അടക്കം പറയുന്നുണ്ട്, ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അതിന് പിന്നീട് കൃത്യമായ നഷ്ടപരിഹാരം അടക്കം കൊടുക്കാതെ അത് ഏറ്റെടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ചില കേസുകൾ അതിൻ്റെ ഭാഗമായി ഹൈക്കോടതിയിലടക്കമുണ്ട്. അപ്പോൾ അത് ഒക്കെ പരിഹരിച്ചുകൊണ്ട് നമ്മളെല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇപ്പം നേരത്തെ DYFI തന്നെ വലിയ തുക തന്നെ പിന്നെ സമാഹരിച്ച് അത് കൈമാറുന്നുണ്ട്. അങ്ങനെ ശക്തമായ നിലപാട് എല്ലാ അക്കാര്യത്തിൽ സഹകരിച്ച എല്ലാവരോടും തീർച്ചയായിട്ടും ഈ ഗവൺമെന്റ് വളരെ കമ്മിറ്റ്മെന്റ് ഉണ്ട്. അതിനൊന്നും ഒരു തടസ്സവും ഇല്ല. ഇപ്പോഴും അവിടെ ഗവൺമെന്റ് നല്ല നിലയിലുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. നമ്മൾ ഈ ടൗൺഷിപ്പും അതിന്റെ ഭാഗമായിട്ടുള്ള ഭവന നിർമ്മാണവും ഒക്കെ ആയിട്ട് പോകുമ്പോൾ സ്ഥലം ഏറ്റെടുക്കൽ അടക്കമുള്ളവ ഒരു നിയമപരമായ നടപടി അതിൽ പൂർത്തീകരിക്കണം. നിയമപരമായ നടപടികൾ പൂർത്തീകരിക്കട്ടെ. നമ്മുടെ മുമ്പിലുള്ള വിഷയം കേന്ദ്രത്തിന്റെ സഹായമാണ്.